UDF വർഗീയ വോട്ടുകൾ വാങ്ങി എന്നതാണ്. അതിലിങ്ങനെ അത് പൂർണ്ണമായും SDPI വോട്ട് കിട്ടിയില്ലെന്ന് സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനും VD സതീശനും ഒക്കെ ആവർത്തിക്കുമ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. മാത്രമല്ല അവിടെ ഒരു വർഗീയ മഴവിൽ സഖ്യം ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. SDPIയുടെ പിന്തുണ UDFന് ലഭിച്ചു എന്നതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് CPIM ചർച്ചകൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായും വിനീത, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ വലിയ നിലയിലുള്ള വർഗീയ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ LDFന്റെ ഭാഗത്തുനിന്നും UDFനെതിരെ ഗുരുതരമായ ആരോപണമുണ്ടായി. വർഗീയ ചെരിയിൽ നിൽക്കുന്ന SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ തേടിക്കൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന ആരോപണമുണ്ടായി. അതിനിടയിൽ SDPIയുടെ ഒരു ലഘുലേഖ അത് വലിയ വിവാദമാവുകയുണ്ടായി. ഈ സംഘപരിവാറിനെതിരായി പ്രതിരോധം തീർക്കാൻ വേണ്ടി മതേതര ചേരിയെ പിന്തുണയ്ക്കണം, അതിനായി പാലക്കാടും ചേലക്കരയിലും ഉൾപ്പെടെ UDFന് പിന്തുണ നൽകണം എന്ന നിലയിലുള്ള SDPIയുടെ ഒരു ലഘുലേഖ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി LDF ഉപയോഗിക്കുകയും ചെയ്തു. പള്ളികൾ കേന്ദ്രീകരിച്ച് പള്ളികളുടെ അകത്തുൾപ്പെടെ ഇത്തരത്തിൽ ലഘുലേഖ വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ള വലിയ ആരോപണമുണ്ടായി. അതിനോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ഒരു ആരോപണം ആ ഘട്ടത്തിൽ വന്നു. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അതിനോടൊപ്പം തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതെല്ലാം കത്തി നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കൂടി ഉണ്ടാകുന്നത്. അതും വലിയ തിരിച്ചടി നേരിടുന്ന നിലയിലേക്ക്, ഈ പ്രചാരണത്തിൽ വലിയ തിരിച്ചടി നേരിടുന്ന നിലയിലേക്ക് UDFനെതിരെ ഉപയോഗിക്കപ്പെട്ടു. സന്ദീപ് വാര്യരുടെ പഴയ പരാമർശങ്ങൾ, പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, പഴയ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് UDFനെതിരായ ഒരു രാഷ്ട്രീയ പോര് തുറക്കുന്ന ഘട്ടവും LDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ SDPIയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുമോ എന്ന ചോദ്യം UDFന്റെ നേതാക്കളോട് എല്ലാവരോടും LDF ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് കൃത്യമായൊരു ഉത്തരം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. നമ്മളുടെ ലൈവിൽ തന്നെ സ്ഥാനാർത്ഥിയായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴും വ്യക്തിപരമായി ആരെങ്കിലും UDFന് വോട്ട് ചെയ്താൽ അവരുടെ രാഷ്ട്രീയം ഏത് എന്ന് ഞങ്ങൾക്ക് വിഷയമല്ല, UDFന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആര് വോട്ട് ചെയ്താലും അത് സ്വീകരിക്കുമെന്ന എവിടെയും തൊടാത്ത ഉത്തരങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നിരവധിയായ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയത്. അതിന്റെ ഫലം വന്ന ഘട്ടത്തിൽ രാഹുലിന്റെ വിജയം UDF ആഘോഷിക്കുന്നതിന് മുൻപ് വിക്ടോറിയ കോളേജിന് മുന്നിൽ SDPIയുടെ ആഹ്ലാദ പ്രകടനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ നിലയിലുള്ള വർഗീയ വിവാദങ്ങളിലൂടെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയത്. ആ ഘട്ടങ്ങളിൽ LDF ഉന്നയിച്ച ആരോപണങ്ങളുടെ ബാക്കിപത്രമായി വേണം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ലീഗിനെതിരായിട്ടുള്ള ഈ പരാമർശത്തെ കാണാൻ. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഒരു ആരോപണം എന്ന നിലയിൽ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ LDF ഏത് നിലയിലാണ് ലീഗിന്റെ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്, ഏത് നിലയിലാണ് ഒരു നിലപാടെടുക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചന കൂടിയായി വേണം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ലീഗിനെതിരായ പരാമർശത്തെ കാണാൻ. വിനീത.